കോട്ടയത്ത് LDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണി വരണമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ് PM മാത്യു. അല്ലെങ്കിൽ CPM കാലുവാരാൻ സാധ്യതയുണ്ടെന്നും PM മാത്യു പറഞ്ഞു. UDF സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് എത്തിയാൽ തോമസ് ചാഴിക്കാടനേക്കാൾ മുൻതൂക്കമുണ്ടാകുമെന്നും PM മാത്യു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. UDF ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കോട്ടയത്ത് റബ്ബറിൻ്റെ വിലയിടിവാണ്. പ്രത്യേകിച്ച് പിണറായി സർക്കാർ വാഗ്ദാനം ചെയ്ത 280 രൂപ. ഈ കഴിഞ്ഞ 5 വർഷം തോമസ് ചാഴിക്കാടൻ റബ്ബർ വിഷയങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? തോമസ് ചാഴിക്കാടൻ ഒരു MP എന്ന നിലയിൽ അദ്ദേഹം UDFൻ്റെ MP അവിടെ പോയി അദ്ദേഹത്തോട്ട് പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ കാർഷിക വിഷയങ്ങളിൽ ഒരു പുരോഗതി ഉണ്ടാക്കാനോ കർഷകരെ ആ മേഖലയിൽ പിടിച്ചു നിർത്താനോ അടുത്ത തലമുറയെ അതിലേക്ക് കൊണ്ടുവരാനോ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ റബ്ബർ വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കാര്യമായി പരിഗണിക്കുന്നില്ല എന്നൊരു മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ തീരുമാനിച്ച് നിവേദനം കൊടുത്തു. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കൃഷിമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അങ്ങനെയുള്ള നേതൃത്വം നമുക്ക് നീതിപൂർവമായൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ചാഴിക്കാടന് പകരം മറ്റൊരാൾ വരണം എന്നങ്ങനെ തോമസ് ചാഴിക്കാടൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഐക്യജനാധിപത്യ മുന്നണിയുടെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് കോട്ടയം പാർലമെൻറ്റിൽ. VN വാസവനെ പരാജയപ്പെടുത്തി 1,06,000 വോട്ടിന് ജയിച്ചു. അതേ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അദ്ദേഹം ഇപ്പം മത്സരിക്കുന്നത് LDFലാണ്. നിയമനം പോലെ മാറിയിട്ടില്ല. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞ തവണ CPMൻ്റെ നേതാവായ ഇപ്പോഴത്തെ മന്ത്രി VN വാസവനെ 1,06,000 വോട്ടിന് തോൽപ്പിച്ചപ്പോൾ ആ വാസവന് വേണ്ടി പ്രവർത്തിച്ച CPMമാർ വേണം ഇപ്പം തിരിച്ച് LDFിൽ വന്ന ജോസ് ചാഴിക്കാടന് വേണ്ടി പ്രവർത്തിക്കാൻ. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി ആത്മാർത്ഥയോട് പ്രവർത്തിച്ച 10,000-കണക്കായ കോൺഗ്രസ്സുകാർക്ക് മുറിവുണ്ടാകും. അത് ചിലപ്പോൾ ഒരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി അവർ പ്രവർത്തിക്കാൻ തയ്യാറാകും. ഇപ്പുറത്ത് അതേസമയം അവരുടെ നേതാവിനെ തോൽപ്പിച്ച ആൾ തന്നെ വന്ന് അവരുടെ വോട്ട് കൊടുക്കാൻ പറയുമ്പം അത്രമാത്രം മാനസിക വികാസമുള്ള രാഷ്ട്രീയ ആശയപരമായ കാഴ്ചപ്പാടിലൊക്കെ നിൽക്കുന്ന ആളുകളാണെന്ന് പറയാൻ പറ്റുമോ? ആരോട് ചോദിച്ചിട്ടല്ലോ തിരിച്ചു വോട്ടിരുന്നത്. തോമസ് ചാഴിക്കാടനേക്കാളും കുറച്ചുകൂടി ശക്തനായ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആരെങ്കിലും അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി സാമുദായിക ഘടകം നോക്കിയാലും ജോസ് കെ മാണിയാണ്. KM മാണിയുടെ മകനാണ്. നിലവിലെ സാഹചര്യത്തിൽ തോമസ് ചാഴിക്കാടനും ഫ്രാൻസിസ് ജോർജ് ഏറ്റുമുട്ടുകയാണെങ്കിൽ ജയസാധ്യത ആർക്കായിരിക്കും? ഫ്രാൻസിസ് ജോർജിന് പ്ലസ് പോയിന്റ് ഉണ്ട്. കാരണം തോമസ് ചാഴിക്കാടൻ രാഷ്ട്രീയത്തിൽ കൂടെ വന്നയാളല്ല. കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥികളുടെ കൂടെ ഒന്നും വന്നയാളല്ല. ഫ്രാൻസിസ് ജോർജിൻ്റെ പിതാവ് KM ജോർജ് സാറ് കോൺഗ്രസിൻ്റെ നേതാവും കോൺഗ്രസിൻ്റെ നിയമസഭയിലെ കക്ഷിയുടെ ഭാരവാഹിയും ഭരിക്കുമ്പം അതോടൊപ്പം 12 വർഷക്കാലം പാർട്ടിയുടെ ഏകകണ്ഠമായി പാർട്ടി ചെയർമാനായിരുന്ന ആളാണ്. 64 മുതൽ മരിക്കുന്ന 76 വരെ. അപ്പം അദ്ദേഹം സഭയ്ക്കും സമുദായത്തിനും സ്വീകാരനായിരുന്നു. കൃഷിക്കാരനോട് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. ഒരു ശരിയായ സത്യവിശ്വാസിയായിരുന്നു. അപ്പം അങ്ങനെയുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ വന്ന് നിൽക്കുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം 54-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 54-ാമത്തെ വയസ്സിൽ KM ജോർജ് സാറ് മരിക്കുന്നില്ലാഞ്ഞെങ്കിലും കേരള കോൺഗ്രസ് ചിത്രം വേറൊന്നാകുമായിരുന്നു. 49-ാമത്തെ വയസ്സിൽ PT ചാക്കോ മരിച്ചില്ലാഞ്ഞെങ്കിൽ കേരള കോൺഗ്രസ് ഉണ്ടാകില്ലായിരുന്നെന്ന് ഞാൻ ജോർജ് ഉളിക്കൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.